മനുഷ്യൻ നാളിതുവരെ അവന്റെ അധ്വാനത്തിന്റെ ഫലമായി പടുത്തുയർത്തിയതെല്ലാം നഷ്ടപ്പെട്ട മനുഷ്യർ. ആ മനുഷ്യരെ കേരളം സംരക്ഷിച്ചു. ദുരന്തബാധിതരെ സഹായിക്കുവാൻ ഒരു ഫെഡറൽ സംവിധാനത്തിൽ ഭരണഘടനാപരമായ ബാധ്യതയുള്ള കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന്റെ പരമോന്നത നീതിപീഠം കേരളത്തിന്റെ ഹൈക്കോടതി ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും നയാ പൈസയുടെ സഹായം നൽകാതെ കേരളത്തെ പട്ടിണിക്കിട്ട് കൊല്ലുവാൻ വേണ്ടി പരിശ്രമിച്ചപ്പോഴും ദുരന്തബാധിതരോട് ഒരു സഹതാപവും കാണിക്കാതെ അവരെ ഒരു തരത്തിലുമുള്ള സഹായത്തിന് അർഹരാക്കാതെ കേരളത്തിന് അർഹമായ പണം നൽകാതെ ബീഹാറിനും ആന്ധ്രയ്ക്കും അടക്കമുള്ള ഇത്ര സമാനമല്ലാത്ത ദുരന്തങ്ങളുണ്ടായ സംസ്ഥാനങ്ങളിൽ പോലും ആയിരക്കണക്കിന് കോടി രൂപ സഹായം നൽകുമ്പോഴും കേരളത്തിന് നയാ പൈസ സഹായം നൽകാതെ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ബാങ്കുകളിൽ ഒരു നയാ പൈസ എഴുതിത്തള്ളാതെ അവരുടെ കടങ്ങൾ എഴുതിത്തള്ളാതെ മുന്നോട്ട് പോയപ്പോഴും കേരളം പറഞ്ഞു, കേരളത്തിലെ ബഹുജനങ്ങൾ, കേരളത്തിലെ പൊതുജനങ്ങൾ, നല്ലവരായ മനുഷ്യർ, കേരളത്തിലെ ഗവൺമെന്റ് പറഞ്ഞു അവരെ ഞങ്ങൾ വലിയ ആധാരമാക്കിയില്ല. 2 എസ്റ്റേറ്റുകളുടെ ഭൂമികൾ വീണ്ടെടുത്ത് ഒരു പ്രകൃതിയുടെ ദുരന്തത്തിനും അവരെ അവിടെ നിന്നും തള്ളിവിടാൻ കഴിയാത്ത വിധം കെട്ടുറപ്പുള്ള വീടുകൾ, പണികൾ ഏറ്റവും സമയബന്ധിതമായി പൂർത്തീകരിച്ചുകൊണ്ട് കേരളം ലോകത്തിന്റെ നെറുകിലേക്ക് പറയുന്നു. ഈ ദുരന്തബാധിതരെ ഞങ്ങൾ കൈയും അവരെ സംബന്ധിച്ചിടത്തോളം കൈയും മൈയും മറന്നുകൊണ്ട് ഞങ്ങൾ അവരെ സഹായിക്കുമെന്ന് പറയുന്നു. കേന്ദ്ര ഗവൺമെന്റ് ഇത്തരത്തിലുള്ള എല്ലാ വിവേചനപരമായ ഒരു തരത്തിലുമുള്ള സഹായം കേരളത്തിന് നൽകാതെ മുന്നോട്ട് പോകുമ്പോഴും ആ പ്രതിസന്ധിയുടെ നടുവിലും കേരളത്തിന്റെ ജനക്ഷേമകരമായ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണ് കേരളം മുന്നോട്ട് പോകുന്നത്. നവംബർ മാസം 1 കേരള പിറവി ദിനമാണെന്നുള്ളത് മലയാളിയായ മനുഷ്യർക്കെല്ലാം അറിയാം. 1956 നവംബർ മാസം 1-ാം തീയതി ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട കേരള സംസ്ഥാനം, ആ കേരള സംസ്ഥാനത്തിന്റെ പിറന്നാൾ ആഘോഷവേളയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ കേരളത്തിന്റെ നിയമസഭ അതിന്റെ പ്രത്യേകമായ സ്പെഷ്യൽ നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർത്തുകൊണ്ട് പറഞ്ഞു, ലോകത്തിന്റെ നെറുകയിലേക്ക് കേരളം പറഞ്ഞു, കേരളത്തിലെ എല്ലാ മനുഷ്യർക്കും അഭിമാനത്തോടു കൂടി പറയുവാൻ കഴിയുമെന്നും പറഞ്ഞു. കേരളം അതിദരിദ്രരില്ലാത്ത സംസ്ഥാനം. വെറുതെ പറഞ്ഞതാണ്. 2021 അധികാരത്തിൽ വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ്, തുടർ ഗവൺമെന്റ്, സഖാവ് പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ കൂടിയ ആദ്യ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു, ആദ്യ ക്യാബിനറ്റ് യോഗം തീരുമാനിച്ചു, ഈ കേരളം ആ കേരളത്തിൽ ഏറ്റവും അശരണരായ വോട്ട് ബാങ്കല്ല. കേരളത്തിൽ പാഠശാല മുതൽ കാസർഗോഡ് വരെയുള്ള ഈ കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ടു കഴിയുന്ന ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുവാൻ വഴിയില്ലാത്ത, കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞു വിടുവാൻ കഴിവില്ലാത്ത, അവരുടെ സ്വന്തമായ ആശുപത്രിയിൽ പോയി മരുന്ന് വാങ്ങുവാൻ കഴിയാത്ത, ഒരു തുണ്ട് ഭൂമിയുടെ അവകാശമില്ലാത്ത, ഒരു റേഷൻ കാർഡില്ലാത്ത, ഭൂരേഖയില്ലാത്ത ഏറ്റവും പാവപ്പെട്ട അശരണരായ മനുഷ്യർ, ആ അശരണരായ മനുഷ്യരെ ഞങ്ങൾ ചേർത്ത് പിടിക്കുവാൻ പോകുന്നു. കേരളമാകെ 4 വർഷക്കാലം 2 ലക്ഷത്തോളം വരുന്ന കുടുംബശ്രീയുടെ പ്രവർത്തകർ കേരളത്തിന്റെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ, പട്ടണങ്ങളിൽ, തെരുവിൽ അകന്നു തിരിഞ്ഞു നടന്നവരെ, തെരുവോരങ്ങളിൽ കിടന്നുറങ്ങിയവരെ, ആ പാവപ്പെട്ട മനുഷ്യരെ ഉൾപ്പെടെ കണ്ടുപിടിച്ച് സർവേ നടത്തി 64,006 പേരെ വിവിധ തരത്തിലുള്ള സ്ക്രീനിംഗ് പ്രോസസ്സിലൂടെ കടന്നുപോയി അതിദരിദ്രരായിട്ട് കണക്കാക്കി. എന്റെ ഇവിടെ പ്രിയപ്പെട്ട BJPയുടെ കോൺഗ്രസിന്റെ സുഹൃത്തുക്കളോട് ചോദിക്കുന്നു, നിങ്ങൾ ഭരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കഴിഞ്ഞ 4 വർഷക്കാലം അതിദരിദ്രരെ കണ്ടെത്തുവാൻ വേണ്ടിയുള്ള പരിശ്രമത്തിൽ ഞങ്ങളോടൊപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിനോടൊപ്പം നിങ്ങൾ നിന്നില്ലേ? ഏതെങ്കിലും സന്ദർഭത്തിൽ ഒരു വിമർശനം നിങ്ങൾ പറഞ്ഞു? എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, സുഹൃത്തു കൂടിയായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, കോൺഗ്രസ് ഐയുടെ നേതാവ്, ആ ഭരിക്കുന്ന ജില്ലാ പഞ്ചായത്തിന്റെ DPC യോഗവുമായി ബന്ധപ്പെട്ട് നടന്ന ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റിയുടെ യോഗം തീരുമാനിച്ചു എറണാകുളം ജില്ലയിൽ 20 അതിദരിദ്രരില്ല എന്ന്. മലപ്പുറം ജില്ലയിൽ ആ ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നത് മുസ്ലിം ലീഗാണ് അതിന്റെ പ്രസിഡന്റ്.
ആ മുസ്ലിം ലീഗ് ഭരിക്കുന്ന മലപ്പുറം ജില്ലയിൽ തീരുമാനിച്ചു. മലപ്പുറം ജില്ല 4 വർഷക്കാലത്തിന്റെ പരിശ്രമ ഫലമായി അതിദരിദ്രമില്ലാത്ത ജില്ലയായി പ്രഖ്യാപിച്ചു. അപ്പോ ഒരു വിമർശനവുമില്ല, ഒരു തർക്കവുമില്ല. കേരളത്തിലെ ഐക്യ ജനാധിപത്യങ്ങളുടെ ഭരണകൂടങ്ങൾ ഉൾപ്പെടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാരും ആ ഭരണസമിതി ഉൾപ്പെടെ ഈ കേരളം നടത്തിയ നല്ല പ്രവർത്തനം സഹായിച്ചു. പക്ഷേ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്, മുസ്ലിം ലീഗിന്റെ നേതാവ് കുഞ്ഞാലിക്കുട്ടിക്ക് അങ്ങനെ കേരളം അതിദരിദ്രമില്ലാതെ ഈ ലോകത്തെ ഐക്യരാഷ്ട്രസഭയുടെ UN ചാർട്ടറിൽ പ്രഖ്യാപിക്കുന്ന വിധം ലോകത്തിന് മുമ്പ് ഒരു രാജ്യം മാത്രമാണ് അതിദരിദ്രൻ ഇല്ല എന്ന് പ്രഖ്യാപിച്ചത്. ഞങ്ങൾ ഭരിക്കുന്ന തെലങ്കാന, കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാന പ്രഖ്യാപിച്ചിട്ടില്ല. BJP ഭരിക്കുന്ന മധ്യപ്രദേശ് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു സംസ്ഥാനവും അത് പ്രഖ്യാപിച്ചിട്ടില്ല. അതിനു മുമ്പേ ഇവരെ കണ്ടെത്തി ഈ പരിശ്രമം നടത്തി വളരെ മഹത്തായ ഈ ഉദ്യമത്തിൽ എല്ലാ മനുഷ്യരെയും ഈ പറയുന്ന ആളുകളെ സഹായിക്കുവാനുള്ള നിലപാടെടുത്ത് ഭക്ഷ്യപദ്ധതിക്ക് വേണ്ടി സിവിൽ സപ്ലൈസ് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുവാൻ, നമ്മുടെ ആരോഗ്യ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് അവർക്ക് ആരോഗ്യ സംവിധാനം ഉറപ്പുവരുത്തുവാൻ, സ്കൂളുകളുമായി ബന്ധപ്പെട്ട് സ്കൂളുകളിലേക്ക് കുട്ടികളെ തടഞ്ഞിരിക്കുവാൻ, ഭൂമിക്ക് കൈവശ രേഖ കണ്ടെത്തുവാൻ റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ സ്വാഭാവികമായും ഏതെങ്കിലും തരത്തിൽ വസ്തുവില്ല, വീടില്ല എങ്കിൽ വസ്തുവും അതുപോലെ വീടും ഉറപ്പുവരുത്തി വീണ്ടും അവർക്ക് ജീവിക്കുവാൻ ആരെങ്കിലും ആ കുടുംബത്തിലെ ഒരാളെങ്കിലും ആവതുണ്ട് പണിയെടുക്കാറുണ്ടെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള പണി ചെയ്യുവാൻ വരുമാനത്തിന് ആവശ്യമായ നിലപാട് കൂടി എടുത്തുകൊണ്ടാണ് കേരളം അതിദരിദ്രമില്ലാത്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചത്. എല്ലാം വിശദമായി പറഞ്ഞുകൊണ്ടില്ല. അങ്ങനെ പറയുമ്പോഴും അതിനെ UDFന്റെ ഭരണസമിതികൾ പോലും 4 വർഷക്കാലം സഹകരിച്ചുകൊണ്ട് പ്രഖ്യാപനം കേരളം ഒറ്റക്കെട്ടായി ജാതി മതത്തിന്റെ വർഗ വ്യത്യാസമില്ലാതെ കച്ചേർത്തിയതിനധികമായി ഒരു പ്രഖ്യാപനം നടത്തുമ്പോ അതിനെ എതിർത്ത, അതിനെ സ്വാഭാവികമായും രാഷ്ട്രീയമായി കണ്ടുകൊണ്ട് ഞങ്ങൾ സഹകരിക്കില്ല എന്ന് പറഞ്ഞ് നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയ വി.ഡി. സതീശ, നിങ്ങൾക്ക് കാലം ഈ ചരിത്രം മാപ്പുവാൻ പോകുന്നില്ല. കേരളത്തെ ഏറ്റവും മോശപ്പെട്ട, ഏറ്റവും തെറ്റായ തീരുമാനമെടുത്ത പ്രതിപക്ഷ നേതാവായി കാലം സാക്ഷ്യപ്പെടുത്തുമെന്നുള്ള സംശയമില്ല. ഇവിടെ നമുക്കറിയാം, നവംബർ മാസം 1-ാം തീയതി അത് മാത്രമല്ല പ്രഖ്യാപനം നടത്തിയത്. കേരളത്തിലെ 62 ലക്ഷം ആളുകൾ ഇവിടെ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകളാണ്, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ. ഇവിടെ ചില കോൺഗ്രസുകാർ പറയുന്നു ഇവിടെ ക്ഷേമ പെൻഷൻ കൊടുത്താൽ മതിയോ. ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ വെല്ലുവിളിക്കുന്നു. കേരളത്തിൽ 62 ലക്ഷം ആളുകൾ എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ജനസംഖ്യയുടെ 18% ആളുകൾക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കുന്നു. നിങ്ങൾ ഭരിക്കുന്നല്ലോ രേവന്ത് റെഡ്ഡിയുടെ സംസ്ഥാനം തെലങ്കാന കോൺഗ്രസിനെ ഭരിക്കുന്നത്. അവിടെ എത്രയാ ശതമാനം? അവിടെ 2.3% ആളുകൾക്കാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ. നിങ്ങൾ ഭരിക്കുന്നത് കർണാടകയിൽ കോൺഗ്രസിനെ ഭരിക്കുന്നത് AICCയുടെ ചുമതലയുള്ള KC വേണുഗോപാൽ എല്ലാ ദിവസവും പോകുന്ന കർണാടകയിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എത്രയാ? അവിടെ കിട്ടുന്നത് 3.2% ആളുകൾക്ക്. BJP യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന കാഷായ വസ്ത്രധാരിയായ BJPയുടെ മുഖ്യമന്ത്രി ഭരിക്കുന്ന UP-യിൽ 2% ആളുകൾക്കാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കുന്നത്. പക്ഷേ ഈ കേരളം, കൊച്ചു കേരളത്തിൽ 18% ആളുകൾക്ക്, 62 ലക്ഷം ആളുകൾക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കുന്നു. കേരളം ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോ കേവലം 32 ലക്ഷം ആളുകൾക്കെങ്കിൽ അതിന്റെ ഇരട്ടിയോളം വരുന്ന ജനസംഖ്യ 62 ലക്ഷം ആളുകൾക്ക്, 18% ആളുകൾക്ക് പെൻഷൻ കൊടുത്തത്. ഞങ്ങൾക്ക് അഭിമാനത്തോടുകൂടി പറയാം, ഈ കേരളത്തിൽ 9 വർഷക്കാലത്തിനുള്ളിൽ ഇടതുപക്ഷ ജനാധിപത്യമുള്ള ഗവൺമെന്റാണ് സഖാവ് പിണറായി വിജയൻ നേതൃത്വത്തിലുള്ള ഗവൺമെന്റാണ്. നിങ്ങൾ ഭരിക്കുമ്പോ എത്രയായിരുന്നു പെൻഷൻ? 600. അത് അവസാനമാണ്. 600 പ്രഖ്യാപനം നടന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങളാക്കി നിൽക്കുമ്പോഴാണ്. ഓക്കെ, ഞങ്ങൾ വാദത്തിന് വേണ്ടി അംഗീകരിച്ചാൽ 600. ആ 600 9 വർഷം കഴിയുമ്പോൾ ഇരട്ടിയല്ല, 3 ഇരട്ടിയല്ല, 2000 രൂപയായി വർദ്ധിപ്പിച്ച് ഈ നവംബർ മാസത്തിൽ ഇപ്പോൾ വീടുകളിലേക്ക് കഴിഞ്ഞ മാസത്തെ കുടിശ്ശികയും ഇപ്പോഴത്തെ പരിസ്ഥിതിയും അടക്കം 3600 രൂപ കേരളത്തിലെ 62 ലക്ഷം ആളുകൾക്ക് കൊടുക്കുവാനുള്ള ഇച്ഛാശക്തി കാണിച്ച
ഈ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യരെ, സാധാരണ മനുഷ്യരെ നെഞ്ചോട് ചേർത്ത് പിടിച്ച ഗവൺമെന്റാണ് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ്. ഇത് മാത്രമാണ്. ഇപ്പോൾ 30 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളായിട്ടുള്ള ആളുകൾക്ക് യാതൊരുവിധ വരുമാനവുമില്ലാത്ത തൊഴിൽരഹിതരായ സാധാരണ മനുഷ്യരാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 1000 രൂപ ചെറുതാണ്. പക്ഷെ 1000 രൂപ മനുഷ്യൻ പൊതുവായി പ്രഖ്യാപനം നടത്തി അത് നടപ്പിലാക്കുന്ന ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ്. ഏതെല്ലാം ഇപ്പോ ഇത്തിരി നേരം തലമുറത്ത് കറണ്ട് പോയി, ശരിയാ, പോയി. പക്ഷേ കേരളത്തിൽ ഉമ്മൻചാണ്ടി ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മാർച്ച് മാസത്തിൽ നമ്മുടെ SSLC പരീക്ഷ തുടങ്ങുന്ന സന്ദർഭത്തിൽ ഏപ്രിൽ മാസത്തിൽ +2 പരീക്ഷ നടക്കുന്ന സമയത്ത് കേരളത്തിലെ സാധാരണ മനുഷ്യർ കരിന്തിരി വെളിച്ചത്തിൽ, മെഴുകുതിരി വെളിച്ചത്തിൽ ഇരുന്ന് അവരുടെ പാഠപുസ്തകങ്ങളിലൂടെ പഠിക്കേണ്ട അവസ്ഥയായിരുന്നു. പ്രഖ്യാപിതവും അപ്രഖ്യാപിതമായ മണിക്കൂറുകളിൽ നിന്ന് കറണ്ട് കട്ട്. ഞങ്ങൾ അഭിമാനത്തോടുകൂടി പറയുന്നു, കേരളം 9 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യം കൊണ്ട് ഭരിക്കുമ്പോ കറണ്ട് കട്ടില്ലാത്ത വൈദ്യുതി മിച്ചമായ സംസ്ഥാനമായി കേരളം മാറി. ആ കേരളത്തെ മാറ്റി തീർക്കുന്നതിൽ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ പങ്ക് നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ? ഇപ്പൊ ഞാൻ എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞുപോയത് ഇപ്പോ ഇന്നലെ തീരുമാനിച്ചു, കേന്ദ്ര ഗവൺമെന്റ് കൂടി അംഗീകാരം നൽകിക്കൊണ്ട് തിരുവനന്തപുരത്ത് മെട്രോ 29 കിലോമീറ്റർ നിൽക്കുന്ന മെട്രോ ഏതാണ്ട് സ്വാഭാവികമായി ലൈറ്റ് മെട്രോ പ്രഖ്യാപനം നടത്തിയവരുടെ അലൈൻമെന്റ് കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരം നൽകി 2029 പൂർത്തീകരിക്കുന്ന തരത്തിൽ അതിന് പ്രവർത്തനങ്ങൾ തുടങ്ങാൻ പോയി. ഇവിടെ പറഞ്ഞല്ലോ, വിഴിഞ്ഞം നമ്മുടെ തൊട്ടടുത്താണ്. നമ്മൾ വിഴിഞ്ഞത്തേക്ക് പോകുന്ന ധാരാളം ആളുകളുണ്ട്. വിഴിഞ്ഞത്ത് കേരളത്തിലെ ഇന്ത്യയിലെ അന്താരാഷ്ട്ര തലത്തിലുള്ള ഏറ്റവും വലിയ കപ്പൽ സംവിധാന, കപ്പൽ അടുക്കുവാൻ കഴിയുന്ന, നങ്കൂരം ഇടുവാൻ കഴിയുന്ന തരത്തിലുള്ള പോർട്ടായി മാറിയില്ലേ? ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ പങ്ക് ഞങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ? കേന്ദ്ര ഗവൺമെന്റ് സഹായം ഒന്നുമില്ലാതെ ആ പോർട്ട് പൂർത്തീകരിച്ച് ഉദ്ഘാടനം നടത്തുവാൻ കഴിയുന്നില്ലേ? നമ്മൾ ദേശീയപാത, ഞാനെല്ലാം പറഞ്ഞു പോകുന്നില്ലല്ലോ, ദേശീയപാത തിരുവനന്തപുരത്ത് നിന്നും കാസർഗോട്ടേക്ക് പോകുന്ന ദേശീയപാതയുടെ പണി 2026 ആകുമ്പോൾ 26 ഏപ്രിൽ മാസം കൊണ്ട് ഏതാണ്ട് പൂർത്തീകരിക്കപ്പെടുക. ഉമ്മൻചാണ്ടി കേരളം ഭരിച്ചപ്പോൾ ദേശീയപാത അതോറിറ്റി പറഞ്ഞു, ഞങ്ങൾക്ക് കേരളത്തിലില്ല. ഓഫീസുകൾ താഴ്ത്തു മുട്ടി ഉദ്യോഗസ്ഥന്മാർ കേരളത്തിന് പുറത്തേക്ക് അവരവരുടെ നാട്ടിലേക്ക് ഇറങ്ങിപ്പോയി. കേരളത്തിൽ ഭൂമി ഏറ്റെടുക്കാൻ കഴിയില്ല. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് പറഞ്ഞു, ആ ഭൂമി ഏറ്റെടുക്കുമെന്ന് മാത്രമല്ല, ആ ഭൂമിക്ക് സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതോപാധികൾ നഷ്ടപ്പെട്ടാൽ അവർക്കാവശ്യമായ അവർ പറയുന്ന തുക ഒരാൾ ആത്മഹത്യ ചെയ്തില്ല. കേരളത്തിൽ കടകൾ ഒരുപാട് പൊളിച്ചു. തിരുവനന്തപുരം മുതൽ അങ്ങ് കാസർഗോഡ് വരെ കടകൾ ഒരുപാട് പൊളിച്ചു, വീടുകൾ ഒരുപാട് പൊളിച്ചു, കെട്ടിടങ്ങൾ ഒരുപാട് പൊളിച്ചു, വസ്തു ഒരുപാട് വീണ്ടെടുത്തു. അതെല്ലാം ഏറ്റെടുക്കുമ്പോഴും അവർക്കർഹമായ പണം കൊടുത്തുകൊണ്ട് അവരെ സ്വാഭാവികമായും മറ്റൊരു സ്ഥലത്തേക്ക് താമസിക്കുവാൻ, അവർക്ക് വ്യവസായം തുടങ്ങുവാൻ ആവശ്യമായ സഹായം ചെയ്തു കൊടുത്തുകൊണ്ട് അവർക്ക് ആവശ്യത്തിന് മൂല്യ, സ്വാഭാവികമായും അവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് സ്വാഭാവികമായും ഫെയർ വാല്യൂ അടിസ്ഥാനത്തിലല്ല, അതിനപ്പുറത്തേക്ക് മാർക്കറ്റ് വിലയുടെ അടിസ്ഥാനത്തിൽ അവർക്ക് 5000 കോടി രൂപ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഇന്ത്യയിൽ തന്നെ അപൂർവമായി സംഭവിക്കുന്ന തരത്തിൽ സംസ്ഥാന ഗവൺമെന്റ് ആ പണം കൊടുത്തു. ദേശീയപാതയുടെ നിർമ്മാണം പൂർത്തീകരിക്കപ്പെടാൻ പോകുന്നു. ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോവുകയല്ല. ഈ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ 5 വർഷക്കാലം സഖാവ് ഹിന്ദുവും സഖാവ് മിനിയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായി നിന്നുകൊണ്ട് സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് ഈ ചടയമംഗലത്ത് സംസാരിക്കുമ്പോ ഇവിടെ ചില ആളുകൾ പറഞ്ഞു, സിവിൽ സ്റ്റേഷനിൽ 11 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഞങ്ങൾ അഭിമാനത്തോടുകൂടി പറയുന്നു, 60 സെന്റ് ഭൂമി ഈ ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് ഹാൻഡ് ഓവർ ചെയ്തുകൊണ്ട് ഇവിടെ ഇതാ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിരിക്കുന്നു. സമയബന്ധിതമായി 7 മാസം കൊണ്ട് പൂർത്തീകരിക്കുവാൻ പോകുന്നു. 11 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് സിവിൽ സ്റ്റേഷൻ. ഈ പഞ്ചായത്തിൽ എവിടെയെങ്കിലും കുടിവെള്ള
ഉണ്ടോ? എത്ര കോടി രൂപയാണ് ജില്ലാ പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും ചെലവഴിച്ചുകൊണ്ട് ഏറ്റവും ഉയരങ്ങളിൽ, ഏറ്റവും ഉന്നതികളിൽ, ഏറ്റവും ഉയർന്ന സ്ഥലത്ത് പോലും താമസിക്കുന്ന ആളുകൾ കഴിഞ്ഞ കാലങ്ങളിൽ തലച്ചോറായി കുടിവെള്ളം ചുമന്നുകൊണ്ടുവന്നിരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവിടേക്ക് ടാങ്കുകൾ കെട്ടി അവിടെ കുടിവെള്ളം എത്തിക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തിയില്ലേ? കോൺഗ്രസുകാരുടെ ജോലി എന്താ? ഞാൻ ചോദിക്കുന്ന കോൺഗ്രസിന്റെ ഭരണസമിതി ഇരിക്കുന്ന ആളുകളില്ലേ? നിങ്ങൾ ചർച്ച ചെയ്യും. പക്ഷേ കോൺഗ്രസിന്റെ ചില ആളുകളിടും അവിടെ പൈപ്പ് കൊണ്ടുവന്ന് ഏറ്റവും ഉയർന്ന സ്ഥലത്തു നിന്ന് റവന്യൂവിന്റെ അംഗീകാരം കിട്ടി ടാങ്ക് കെട്ടി അവിടെ ഈ പാവങ്ങളായ ഈ ഉന്നതികളിൽ താമസിക്കുന്ന പകലന്തിയോളം പാടത്ത് പണിയെടുക്കുന്ന പാവപ്പെട്ട കർഷക തൊഴിലാളി അവൻ പണിയെടുത്തതിന് ശേഷം വൈകിട്ട് വന്ന് താഴെ പോണ ഈ പാറച്ചെരിവിൽ താമസിക്കുന്ന പാവപ്പെട്ട ആളുകൾ താഴോട്ട് വരണം, അവിടെ ഇരുന്ന് വെള്ളം കോരി പോകണം. ഇപ്പൊ പ്രശ്നമുണ്ടോ? ഏതെങ്കിലും ഒരു കോൺഗ്രസുകാരൻ ഈ പട്ടിണി പാവത്തിന്റെ വീട്ടുമുറ്റത്തേക്ക് കടന്നു പോയാൽ അറിയാം. ഇവിടെ ചില കോൺഗ്രസുകാർ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുക, അങ്ങനെ വെള്ളം തുറന്നു വിട്ടപ്പോൾ ഗ്യാസാണ് പോലും വന്നത്. എന്റെ പ്രിയപ്പെട്ട കോൺഗ്രസുകാരാ, ആ പട്ടിണി പാവങ്ങളോട് ചോദിക്കണം, അവിടെ വെള്ളം കിട്ടുന്നുണ്ടോ? കുടിവെള്ളം കിട്ടുന്നുണ്ടോ? ശുദ്ധജലം കിട്ടുന്നുണ്ടോ? നിങ്ങളിപ്പോ തലച്ചുവടായി വെള്ളം ചുമന്നുകൊണ്ടാണ് വരുന്നത്. ആരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ സംവിധാനം, ഈ ഭരണസമിതിയുടെ കാലയളവിലാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നടത്തിയത്? ഇവിടെ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിന്റെ തെരുവീതികളിൽ പാടിപ്പതിഞ്ഞൊരു ഗാനമുണ്ട്. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന്റെ തലചായ്ക്കാൻ മണ്ണിനൊരിടമില്ല എന്ന് പാടിപ്പതിഞ്ഞ കവികൾ ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനമാണ് ഈ സംസ്ഥാനം. 1957 അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കി പാടത്തും പറമ്പിലും പണിയെടുത്ത ലക്ഷം വരുന്ന മനുഷ്യർക്ക് ഒരു തുണ്ട് ഭൂമിയുടെ അവകാശികളാക്കി. ആ ചിഹ്നത്തെ അവസാനിപ്പിച്ച ഗവൺമെന്റ് പറഞ്ഞു, ഇനി അവർക്ക് ഒരു തുണ്ട് ഭൂമി ഉണ്ടെങ്കിൽ അവർക്ക് കയറിക്കിടക്കുവാൻ കെട്ടുറപ്പുള്ള ഒരു വീട് പണിഞ്ഞു കൊടുക്കുവാൻ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിന്റെ ഭരണ സംവിധാനങ്ങൾ ഗവൺമെന്റും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ചേർന്ന് 5,56,000 വീടുകൾ ഈ 5 വർഷം പൂർത്തീകരിക്കപ്പെടുന്ന സന്ദർഭത്തിൽ ഒരു 6 മാസം 5 ലക്ഷം പൂർത്തീകരിച്ചു. ഈ ഗവൺമെന്റ് കാലാവധി കഴിയുമ്പോ 5,56,000 വീടുകൾ പാവപ്പെട്ടവർക്ക് നിർമ്മിച്ചു കൊടുക്കുക. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ആഗ്രഹമുള്ളവരുണ്ട്, ആവശ്യമുള്ളവരുണ്ട്. അവർക്കെല്ലാം ഒരു കിടപ്പാടം നൽകുക എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാട്. ഞാൻ എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു പോകുന്നു. ഇവിടെ ഈ ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെട്ട് സർവതോന്മുഖമായ പുരോഗതി നമ്മുടെ സർക്കാർ സ്കൂളുകൾക്ക് മേടയിൽ സ്കൂൾ ഈ ചടങ്ങുകൾക്ക് എന്ന് പറയുമ്പോൾ മേടയിൽ സ്കൂൾ അടക്കം ഇവിടെ മഹാത്മാഗാന്ധിയുടെ നാളെയെത്തുള്ള MGHSS ഉൾപ്പെടെയുള്ള സ്കൂളുകളെ സംബന്ധിച്ച് എത്ര കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് കെട്ടിടങ്ങൾ പണിയുവാൻ, അവിടുത്തെ ഓപ്പൺ ഓഡിറ്റോറിയങ്ങൾ പണിയുവാൻ. സ്വാഭാവികമായും നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾ, സാധാരണക്കാരായ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകൾ, ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ അത്തരത്തിലുള്ള സ്കൂളുകൾ ആധുനിക സാങ്കേതിക വിദ്യയുടെ പരിലയങ്ങളായി മാറി, ക്ലാസ് മുറികൾ ഹൈടെക്കായി മാറി, ഏവരാലും ആദരിക്കപ്പെടുന്ന അംഗീകരിക്കപ്പെടുന്ന ലോകോത്തര നിലവാരമുള്ള ഒരു പഠന സംവിധാനത്തിലേക്ക് കേരളം വന്നില്ലേ? ആ തരത്തിൽ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഗവൺമെന്റും നടത്തിയ നിരവധിയായ നേട്ടങ്ങൾ, നേട്ടങ്ങൾ ഇവിടെ നിന്ന് പറഞ്ഞാൽ മണിക്കൂറുകൾ ഞാൻ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് നാട്ടിലെ സാധാരണ മനുഷ്യൻ, ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏറ്റവും സമ്പന്നന്റെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയില്ല, ഏറ്റവും സാധാരണ മനുഷ്യന്റെ പ്രശ്നം പരിഹരിക്കും. അവർ വോട്ട് ബാങ്ക്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 64,006 ആളുകളെ കേരളത്തിൽ തെരഞ്ഞെടുത്താൽ അവർ വോട്ട് ബാങ്കല്ല, ഒറ്റപ്പെട്ട് കഴിയുന്നവരാണ്. പക്ഷേ പാവപ്പെട്ട മനുഷ്യരെ, അസമരായ മനുഷ്യരെ, ആലംബകരായ മനുഷ്യരെ കൈപിടിച്ചു നിർത്തുവാൻ വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്നലകളിൽ നടത്തിയ പ്രവർത്തനങ്ങൾ, പോരാട്ടങ്ങൾ, അതുമായി നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ, ജനക്ഷേമകരമായ വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഈ നാട് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ചിന്തിക്കുകയും വിലയിരുത്തുകയും ചെയ്യണമെന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിച്ചുകൊണ്ട് തീർച്ചയായും ഈ വിഷയങ്ങളെല്ലാം നാട്ടിലേക്ക് ചർച്ച ചെയ്യുവാൻ, ഈ കാര്യങ്ങൾ സമ്മതിക്കുവാൻ, എന്തൊക്കെ കാര്യങ്ങൾ നടത്തിയിട്ടുള്ളവരെ സംബന്ധിച്ച് നമ്മുടെ സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്ന
ഏറ്റവും ഇടങ്ങളാക്കി മാറ്റിയതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഉൾപ്പെടെ ഈ നാട്ടിൽ ജനങ്ങളുമായി സംവദിക്കുവാൻ വേണ്ടി ചടയമംഗലത്തെ ഇടതുപക്ഷ ജനാധിപത്യത്തിലൂടെ നേതൃത്വത്തിൽ നടത്തിയ ഈ ജാഥ വളരെ വിജയകരമായിരുന്നു. 100 കണക്കിന് സമരസഖാക്കൾ ഈ വിവിധ ഘട്ടങ്ങളായി ഈ ജാഥയിൽ അണിചേർന്നു. ആ അണിചേർന്ന ഇടതുപക്ഷ ജനാധിപത്യത്തിലൂടെ പ്രിയപ്പെട്ട സഖാക്കളെ ഇടതുപക്ഷ ജനാധിപത്യത്തിലൂടെ ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ ആർദ്രമായ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ജാഥയും അതുമായി നമ്മൾ ഉയർത്തിയ മുദ്രാവാക്യങ്ങളും ആ പ്രശ്നങ്ങളുമെല്ലാം ജനം ഏറ്റെടുക്കുവാൻ പോകുന്ന നാളുകളാണ്. സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളെ 2 കൈയും അടിച്ചുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾ സ്വീകരിക്കാൻ പോവുകയാണ്. ആ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഒരുക്കങ്ങളിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമാപന യോഗം ഇതിന് ജാഥയ്ക്ക് നേതൃത്വം കൊടുത്ത സഖാവ് ഡി സന്തോഷും അതുപോലെ തന്നെ ബാബുരാജിനും അടക്കമുള്ള ഇടതുപക്ഷ ജനാധിപത്യത്തിലുള്ള നേതാക്കന്മാരെ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമാപന യോഗം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാർത്ത അവസാനിപ്പിക്കുന്നുണ്ട്. ഹലോ, ജാഥാ ക്യാപ്റ്റന്മാരുടെ സ്വീകരണമാണ്. സ്വീകരിക്കുന്നതിന് സഖാക്കളെ ക്ഷണിക്കുകയാണ്. ഈ സ്വീകരണത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി ജാഥാ ക്യാപ്റ്റന്മാരിൽ ഒരാളായിട്ടുള്ള ലൗജി സന്തോഷിനെ ക്ഷണിക്കുകയാണ്. ഈ വികസന മുന്നേറ്റ ജാഥയുടെ സമാപന സമ്മേളനത്തിന്റെ അധ്യക്ഷൻ CPIയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സഖാവ് അജയൻ, സ്വാഗതം പറഞ്ഞ CPMന്റെ ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് ടി ജയകുമാർ, ഇവിടെ വളരെ വിശദമായി കാര്യങ്ങൾ സംസാരിച്ച CPIയുടെ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറിയും ജില്ലാ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റും ഇവിടെ വലിയ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത അഡ്വക്കേറ്റ് സാംകെ ഡാനിയൽ, അതോടൊപ്പം തന്നെ കരീബി നായർ, അഡ്വക്കേറ്റ് ഷൈൻകുമാർ, ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് മിനി സുനിൽ, സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് സുനിൽപിള്ള അടക്കമുള്ള അഡ്വക്കേറ്റ് മോഹൻപിള്ള ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കന്മാരെ നല്ലവരായ നാട്ടുകാർ. സംസ്ഥാനത്തെ LDFന്റെ നിർദ്ദേശപ്രകാരമാണ് സംസ്ഥാനത്തെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും വികസന മുന്നേറ്റ ജാഥ സംഘടിപ്പിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് കോലയടുത്ത് CPMന്റെ ജില്ലാ കമ്മിറ്റി അംഗം PK ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്ത് 100 കണക്കിന് ആൾക്കാർ, വനിതകൾ ഉൾപ്പെടെ ഈ ജാഥയിൽ അണിചേർന്ന് ഇവിടെ ഇപ്പോൾ സമാപിക്കാൻ പോകും. കഴിഞ്ഞ 9.5 വർഷക്കാലം കൊണ്ട് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് അധികാരത്തിൽ. സഖാവ് പിണറായിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തിനും അവകാശപ്പെടാൻ കഴിയാത്ത രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് നടപ്പാക്കിയിട്ടുള്ളത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ 2016 തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലം അവസാനിച്ച് പൊതുതെരഞ്ഞെടുപ്പ് വരുമ്പോൾ 600 രൂപ 18 മാസം കുടിശ്ശികയാക്കി തെരഞ്ഞെടുപ്പിലേക്ക് വന്ന നാളുകളും നമ്മൾ മറന്നുപോകും. എന്നാൽ നമ്മൾ അധികാരത്തിൽ വന്നാൽ അത് 1000 രൂപയായി വർദ്ധിപ്പിച്ച് വീട്ടുകളിൽ എത്തിക്കും എന്ന പ്രകടനപത്രികയുടെ അടിസ്ഥാനത്തിൽ തന്നെ ആദ്യ ക്യാബിനറ്റ് യോഗം ചേർന്നാണ് മുഴുവൻ കുടിശ്ശികയും തീർത്ത് വീടുകളിൽ 5 വർഷക്കാലം കൊണ്ട് അത് 1600 രൂപയാക്കി. ഇതിനിടയ്ക്ക് പെൻഷൻ പദ്ധതി ഉൾപ്പെടെ കൊടുക്കുന്നതിന് വേണ്ടി കേന്ദ്രത്തിലെ BJP സർക്കാർ ഒട്ടനവധി ശ്രമങ്ങളാണ് നടത്തുന്നത്. ഇവിടുന്നുള്ള പാർലമെന്റ് അംഗങ്ങൾ അതൊന്നുമേ പാർലമെന്റിൽ ഉന്നയിക്കാതെ പെൻഷൻ ഏത് രീതിയിൽ മുടങ്ങണം എന്നാണ് അവർ ആഗ്രഹിച്ചത്. അതോടൊപ്പം തന്നെയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ PSC വഴി ജോലി കൊടുക്കുന്നത് ഇന്ത്യയിലെ വേറെ ഒരു സംസ്ഥാനത്തിനും അവകാശപ്പെടാൻ കഴിയാത്ത രീതിയിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ഇപ്പോൾ തന്നെ നമുക്കറിയാം BJP ഭരിക്കുന്ന കേന്ദ്രത്തിൽ
റെയിൽവേയിൽ തന്നെ 12 ലക്ഷത്തോളം റൂമുകൾ കെട്ടിക്കിടക്കും. റെയിൽവേസിൽ ആളെടുത്തുകൊണ്ടാണ് അങ്ങനെ ഇന്ത്യക്ക് എല്ലാ രീതിയിലും മാതൃകയാവുന്ന രീതിയിൽ സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി, അതോടൊപ്പം തന്നെ മുഴുവൻ വീടുകളിലും വൈദ്യുതി എത്തിക്കുന്ന വൈദ്യുതീകരണ പദ്ധതി, കേരളത്തിൽ ഏറ്റവും നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം എല്ലാം സൂചിപ്പിച്ചതാണ്. നമ്മളെല്ലാം ഈ പഞ്ചായത്തിന് സർക്കാർ സ്കൂളുകൾ 3 സർക്കാർ സ്കൂളുകൾ കോടികൾ മുടക്കിക്കൊണ്ടാണ് വലിയ കെട്ടിടങ്ങൾ വെച്ച് ഓപ്പൺ ഓഡിറ്റോറിയം ഉൾപ്പെടെയുള്ള നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയാണ് മുമ്പോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ ഈ പഞ്ചായത്തിലെ ഏതാണ്ട് 128ഓളം പേർക്ക് കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് ഭൂമിയും വീടുമില്ലാത്തവർക്ക് ഭൂമിയും വാങ്ങി വീടും വെച്ചു കൊടുത്തു. ഈ ആഡിറ്റോറിയത്തിൽ വെച്ചാണ് MP രാജേഷിന്റെ നേതൃത്വത്തിൽ, മന്ത്രി രാജേഷിന്റെ നേതൃത്വത്തിൽ അവർക്ക് പ്രമാണങ്ങൾ കൈമാറി. അങ്ങനെ നിരവധി വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കിയാണ് മുമ്പോട്ട് പോകുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ പഞ്ചായത്ത് ഓഫീസിന്റെ കെട്ടിടം പണി നടക്കുന്നില്ല, താമസിച്ചു പോയി എന്ന് പറഞ്ഞ് വലിയ സമരങ്ങളും വലിയ വേലയും കാണിച്ചതാണ്. നമുക്കറിയാം ആ അതിവിശാലമായ രീതിയിലാണ് ഇപ്പം പഞ്ചായത്ത് ഓഫീസിന് പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ സബ് കളക്ടർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മാറി മറ്റൊരു സ്ഥലത്തേക്ക് മാറണമെങ്കിൽ ഒട്ടനവധി നടപടിക്രമം ധനകാര്യ വകുപ്പിന്റെ സംസ്ഥാന സർക്കാരിന്റെ എല്ലാം വേണ്ടി വരും. അതെല്ലാം അതിജീവിച്ചാണ് ആ കെട്ടിടം 2.25 കോടി രൂപയ്ക്ക് 15,000 സ്ക്വയർ ഫീറ്റ് നല്ല രീതിയിൽ ആ കെട്ടിടം പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മിനി സിവിൽ സ്റ്റേഷൻ എവിടെയെന്നുള്ള വലിയ വിളിയും കാര്യങ്ങളും. എന്നാൽ അവിടെ അത് അക്വസറിന്റെ നടപടിയിലൂടെ ആ വസ്തുവെ നിലം ഏറ്റെടുത്ത് അത് മണ്ണിലായിട്ട് നികത്തി അത് കരയാക്കി റവന്യൂ വകുപ്പിന് കൊടുത്താലേ നമുക്ക് അവിടെ കെട്ടിടം പണിയാൻ പറ്റുള്ളൂ മിനി സിവിൽ സ്റ്റേഷൻ. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളെല്ലാം പൂർത്തീകരിച്ച് 11 കോടി രൂപ മുടക്കിക്കൊണ്ട് കഴിഞ്ഞ തിങ്കളാഴ്ച അതിന്റെ പണി തുടങ്ങിയിരിക്കുക. സംശയമുള്ളവർക്ക് മേലോ ആ സ്റ്റേഡിയത്തിന് അങ്ങോട്ട് പോയി നോക്കിയാൽ അതും കാണും. ആ രീതിയിൽ ഇവിടെ അതോടൊപ്പം തന്നെ പട്ടയ വിതരണത്തിന്റെ കാര്യത്തിൽ നമ്മുടെ പഞ്ചായത്തിൽ കുറെ പരാതികളും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അതെല്ലാം പരിഹരിച്ചുകൊണ്ട് നമുക്കറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെല്ലാം ഇളവക്കോട്ട് ആ മാർത്തോമ കോളേജിന്റെ ഫ്രണ്ടിൽ 9ഓളം കുടുംബങ്ങൾക്ക് പട്ടയം കൊടുക്കാത്തൊരവസ്ഥ. പല രീതിയിലെല്ലാം ബന്ധപ്പെട്ടപ്പോഴെല്ലാം MC റോഡിന്റെ ഓരത്ത് കഴിയുന്നത് കൊണ്ട് അതങ്ങനെ കൊടുക്കാൻ കഴിയത്തില്ല എന്ന ഒരു നിലപാട് സംസ്ഥാന സർക്കാരുകൾ ഏറ്റെടുത്തെങ്കിൽ പോലും സർ ചിറ്റൂടാനിയുടെ നേതൃത്വത്തിൽ അവർക്ക് പട്ടയം കൊടുത്ത് കഴിഞ്ഞ ദിവസം കൊല്ലത്ത് നടന്ന പട്ടയമേളയിൽ 3 പേർക്ക് പട്ടയം കൊടുത്തു, ബാക്കി 6 പേർക്കുള്ള നടപടിക്രമം പൂർത്തിയാക്കി. ആ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണിക്കൂറോളം എണ്ണി പറയാവുന്ന രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഗ്രാമപഞ്ചായത്തും സംസ്ഥാന തലത്തിൽ നടക്കുക. അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ ത്രിതല പഞ്ചായത്തിന്റെ നേതൃത്വത്തിലെല്ലാം എല്ലാ ഗ്രാമപഞ്ചായത്തുകളും വികസനോത്സവം നടത്താനിരിക്കുകയാണ്. പറഞ്ഞ മണിക്കൂറുകൾ കഴിയുന്നവ തന്നെ PD സതീശൻ അത് ഒരു കാരണവശാലും പ്രതിപക്ഷം അതിൽ പങ്കെടുക്കത്തില്ല, ബഹിഷ്കരിക്കുന്നു എന്ന രീതിയിൽ പ്രഖ്യാപനമാണ്. എങ്ങനെ അതിൽ പങ്കെടുക്കും? കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് ത്രിതല പഞ്ചായത്തും സംസ്ഥാന സർക്കാരും നടപ്പാക്കിയിട്ടുള്ള കോടിക്കണക്കിനുള്ള വികസന പ്രവർത്തനങ്ങൾ, പാർപ്പിട പദ്ധതി, പെൻഷൻ പദ്ധതി, അങ്ങനെ ഓരോന്നും വിശദീകരിച്ച് പറയുന്നത് കേട്ടുകൊണ്ടിരിക്കാൻ ഉൾക്കൊള്ളത് കൊണ്ടാണ് അവരതിൽ നിന്ന് പിന്മാറിയുള്ളത് എന്ന് നമുക്കെല്ലാം അറിയാം. ഇവിടെ തന്നെ അഡ്വക്കേറ്റ് സാംകേടാനിയുണ്ട്. നമ്മുടെ MG സ്കൂളില് ജില്ലാ പഞ്ചായത്തിന് സംസ്ഥാന സർക്കാരിന്റെയും കോടിക്കണക്കിന് രൂപ മുടക്കിയാണ് അവിടെ കെട്ടിടം പണിഞ്ഞതും ഓപ്പൺ ഓഡിറ്റോറിയം ഉൾപ്പെടെ ഉള്ളത്. അവസാനം ഇവിടുത്തെ പല പഞ്ചായത്തിലെ എമാരും അവിടുത്തെ കവാടം 42 വർഷത്തെ പഴക്കം ചെന്നിട്ടുള്ളതാണ്. അത് അപകടത്തിന് സാധ്യതയുള്ളതാണ്, അത് മാറ്റി സ്ഥാപിക്കണം എന്ന രീതിയിൽ അവിടുത്തെ BTV നമ്മളെല്ലാം ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ 20 ലക്ഷം രൂപ. അതിന്റെ ഒരു സൈഡ് വലിയ 22 അടിയോളം താഴ്ചയുള്ള സൈഡാണ്. അത് ഉൾപ്പെടെ കെട്ടി ക്ലിയർ ചെയ്തുകൊണ്ട് അവിടെ കവാടം നിർമ്മിക്കാൻ നേരത്ത് വലിയ സമരം, നിപ്പ് സമരം, നടത്ത സമരം, പല സമരങ്ങളായിരുന്നു. ആ സമരങ്ങൾ നടത്തുന്ന ഒരു BJP നേതാവിന്റെ ഇവിടുത്തെ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ചാളടിയിക്കുന്നു. എന്തൊരു രീതിയിലുള്ള ഐക്യമാണ്! അങ്ങനെ വികസന പ്രവർത്തനത്തിനെ എല്ലാം ഏത് വിധേയനെ എതിർക്കുക, വികസനം നടത്തുന്നവരെ ജനത്തിന്റെ മുന്നിൽ അഴിമതിക്കാരായി ചിത്രീകരിക്കുക, LDFന്റെ നേതാക്കന്മാരെയെല്ലാം മോശക്കാരാക്കുക, ആ രീതിയിലുള്ള പ്രവർത്തനമായിട്ടാണ് ഈ അവസാന ഘട്ടത്തിൽ കോൺഗ്രസും BJP എന്നാൽ ഇതേ സമയത്ത് ഇവിടെ BJPയുടെ നേതൃത്വത്തിൽ യോഗം നടക്കും. നിങ്ങളെല്ലാം ശ്രദ്ധിച്ചാണ്
ഇവിടെ തന്നെ തലയിലെ പഞ്ചായത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 3 പഞ്ചായത്ത് മെമ്പർമാർ. അത് എല്ലാവർക്കും കാലാവധി നയിക്കാൻ പറ്റിയില്ല. അതിനകത്തുണ്ടായിട്ടുള്ള വിഷയങ്ങളെല്ലാം അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നു. കേന്ദ്ര സർക്കാർ 11.5 വർഷക്കാലം കൊണ്ട് ഇരിക്കുകയാണല്ലോ. നിരവധി പദ്ധതികൾ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുണ്ടല്ലോ. ഇവിടെ ഈ പഞ്ചായത്തിൽ ഏതെങ്കിലും ഒരു പദ്ധതി കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഒരെണ്ണം പറയട്ടെ. അവരിപ്പം 11.5 വർഷമായി 5 വർഷം ഈ പഞ്ചായത്ത് 3 പഞ്ചായത്ത് മെമ്പർമാരും ഉണ്ടായിരുന്നല്ലോ. ഒരു പൈസയില്ല. കേന്ദ്രമന്ത്രിമാരും പിന്നെ രാജ്യസഭാ അംഗങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഒരു പൈസയും ഈ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന് ഏതെങ്കിലും മേഖല ഇപ്പം CPM-ന്റെ CPI നിന്ന് കൊടുക്കണ്ട, BJP-യുടെ പാർട്ടിയിൽ നടപ്പാക്കി കണ്ടിട്ടുണ്ട് 1 രൂപ. എന്നിട്ട് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് കോടിക്കണക്കിന് രൂപ വികസനങ്ങൾ നടപ്പാക്കിയ LDF-നെ ആക്ഷേപിക്കുക. ഇപ്പം തന്നെ ഇവിടെ ആശുപത്രിയിലെ പ്രവർത്തനം കിഴക്കമേഖല ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ആശുപത്രിയാണ് ചടയമംഗലം ആശുപത്രി. 4 ഡോക്ടർമാർ രാവിലെ 9 മണി മുതൽ 2 മണി വരെ, ഉച്ചയ്ക്ക് ശേഷം ഒരു ഡോക്ടർ വൈകിട്ട് 6 മണി വരെ. എല്ലാ മരുന്നുകളും രോഗികൾ വരുന്ന ആർക്കും ഒരു ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ മരുന്നുകൾ കൊടുക്കുന്നുണ്ട്. കിടത്തി ചികിത്സയുണ്ട്. അവിടെ ഒരു പരാതിയില്ല. BJP-യുടെ വാർഡ് മെമ്പർ അവിടുത്തെ HMC-യിലുണ്ട്. BJP-യുടെ ഒരു നേതാവ് അവിടുത്തെ HMC-യിലുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മളെല്ലാം അവിടെ കൂടിയതാണ്. ഒരു പരാതിയില്ല. നല്ല രീതിയിൽ പോകുന്നു. 450-500 OP രാവിലെ തന്നെ ഉണ്ട്. ആ രീതിയിൽ പോകുന്ന ആശുപത്രിയെ ആക്ഷേപിക്കുക. ഇങ്ങനെ നടന്ന ആക്ഷേപങ്ങൾ മാത്രം പറയുന്ന ഒരു പാർട്ടിയായിട്ട് ഈ ചടയമംഗലത്തെ BJP മാറിയിരിക്കുന്നു. അതിൽ വളരെ വിഷമം. നേരെ ഈ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇങ്ങനൊരു വികസന ജാഥ നടത്തിയത്. ആ ജാഥയിൽ പങ്കെടുത്ത മുഴുവൻ ആൾക്കാരെയും ഇവിടെ സ്വീകരണം തന്ന മുഴുവൻ ജനങ്ങളെയും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യം. ജാഥയിൽ പങ്കെടുത്ത മുഴുവൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരെയും സുഹൃത്തുക്കളെയും സ്നേഹപൂർവ്വം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സ്വീകരണ യോഗം അവസാനിച്ചതായി അറിയിക്കുന്നു.